നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ജന്മനക്ഷത്രം നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളെക്കുറിച്ചും ചില സൂചനകൾ നൽകുന്നുവെന്നാണ് ജ്യോതിശാസ്ത്രം പറയുന്നത്. ഓരോ നക്ഷത്രത്തിനും അതിൻ്റെതായിട്ടുള്ള സ്വഭാവവും ശക്തിയും പ്രത്യേകതകളുമുണ്ട്. ചില നക്ഷത്രക്കാർ ധൈര്യത്തിന്റെ പ്രതീകമാണെങ്കിൽ ചിലർ കരുണയുടെ പ്രതീകമാണ്. ചിലർ നേതൃത്വം കൊണ്ട് ശ്രദ്ധ നേടുമ്പോൾ മറ്റു ചിലർ അറിവും ആത്മീയതയും കൊണ്ട് മറ്റുള്ളവരുടെ ബഹുമാനം നേടുന്നു. അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകൈര്യം ഇത്രയും നക്ഷത്രങ്ങളുടെ പ്രത്യേകതകളെക്കുറിച്ച്, ഇത്രയും നക്ഷത്രങ്ങളുള്ളവരുടെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ചൊക്കെയും നമ്മൾ മുന്നേയുള്ള വീഡിയോസിൽ പറഞ്ഞു കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത് വളരെ പ്രത്യേകതകൾ നിറഞ്ഞ രണ്ട് നക്ഷത്രങ്ങളെ കുറിച്ചാണ്. തിരുവാതിരയും പുണർദവും. ഈ രണ്ട് നക്ഷത്രങ്ങൾക്കും ഒരു പൊതുവായ പ്രത്യേകതയുണ്ട്. ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർ പൊതുവെ സാധാരണ മനുഷ്യരെ പോലെ തോന്നിയാലും അവരുടെ ഉള്ളിൽ വലിയ ശക്തികൾ ഒളിഞ്ഞിരിക്കും. തിരുവാതിര നക്ഷത്രക്കാർ പൊതുവെ ആഴത്തിൽ ചിന്തിക്കുന്നവരാണ്. ജീവിതത്തിന്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവരാണ്. അവർക്ക് ആത്മീയതയോടും അറിവിനോടും പ്രത്യേക താല്പര്യമുണ്ടാകും. അതേസമയം പുണർദം നക്ഷത്രക്കാർ പ്രതീക്ഷയുടെ പ്രതീകമാണ്. എത്ര വലിയ പ്രതിസന്ധികൾ വന്നാലും വീണ്ടും ഉയർത്തെഴുന്നേൽക്കാനുള്ള അത്ഭുതകരമായ കഴിവ് ഇവർക്കുണ്ട്. ജീവിതത്തിൽ പലതവണ തോറ്റാലും വീണ്ടും വിജയത്തിലേക്ക് എത്താനുള്ള മനോബലം ഇവർക്ക് ലഭിച്ചിട്ടുള്ള ഒരു അനുഗ്രഹമാണ്. ഈ രണ്ട് നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ ദൈവാനുഗ്രഹത്തിന്റെ സാന്നിധ്യം പലപ്പോഴും കാണാൻ സാധിക്കും. പല പ്രതിസന്ധികളിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടുന്നതും പലപ്പോഴും അവസാന നിമിഷങ്ങളിൽ ഭാഗ്യം തുണയാകുന്നതും ഇവരുടെ ജീവിതത്തിൽ കണ്ടുവരുന്ന കാര്യങ്ങളാണ്. ഇന്നത്തെ വീഡിയോയിൽ തിരുവാതിര നക്ഷത്രക്കാരുടെ സ്വഭാവം, ശക്തികൾ, ജീവിത രഹസ്യങ്ങൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നിവയും പുണർദം നക്ഷത്രക്കാരുടെ അത്ഭുതകരമായ പ്രത്യേകതകളും ഭാഗ്യസൂചനകളും വിശദമായി മനസ്സിലാക്കാം. വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളുടെ ജന്മനക്ഷത്രം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ സമയം കളയാതെ നമുക്ക് ആദ്യത്തെ നക്ഷത്രമായിട്ടുള്ള തിരുവാതിര നക്ഷത്രക്കാരുടെ ജീവിത രഹസ്യങ്ങളെ കുറിച്ച് പറയാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. 27 നക്ഷത്രങ്ങളിൽ ഏറ്റവും വ്യത്യസ്തവും ഏറ്റവും ആഴമേറിയതുമായ ഒരു നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രം. ഈ നക്ഷത്രത്തിൽ ജനിച്ചവരെ കുറിച്ച് ജ്യോതിശാസ്ത്രം പറയുന്ന ഒരു പ്രത്യേക കാര്യമുണ്ട്. പലപ്പോഴും ഇവരെ മറ്റുള്ളവർക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം ഇവരുടെ മനസ്സ് സാധാരണ മനുഷ്യരുടേതുപോലെയല്ല. ആഴത്തിൽ ചിന്തിക്കുന്നതും കാര്യങ്ങളുടെ യഥാർത്ഥ സത്യം കണ്ടെത്താൻ ശ്രമിക്കുന്നതുമായ ഒരു സ്വഭാവമാണ് ഇവർക്കുള്ളത്. നിങ്ങൾ തിരുവാതിര നക്ഷത്രക്കാരനോ നക്ഷത്രക്കാരിയോ ആണെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാകാം. പലപ്പോഴും ആളുകളുടെ ഇടയിലിരുന്നാലും നിങ്ങൾ ഒറ്റയ്ക്കിരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. എല്ലാവരും സംസാരിക്കുന്ന വിഷയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും. ജീവിതത്തെക്കുറിച്ചും വിധിയെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും മനുഷ്യബന്ധങ്ങളെക്കുറിച്ചും പല ചോദ്യങ്ങളും നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാകും. അതുകൊണ്ടാണ് തിരുവാതിര നക്ഷത്രക്കാരെ സാധാരണ ആളുകളിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സന്തോഷവും ദുഃഖവും ഒരുപോലെ അനുഭവിക്കാൻ വിധിയുണ്ടെന്ന് പല ജ്യോതിഷ ഗ്രന്ഥങ്ങളും പറയുന്നുണ്ട്. എന്നാൽ ഒരു പ്രത്യേകതയുണ്ട്. ഓരോ അനുഭവവും ഇവരെ കൂടുതൽ ശക്തരാക്കും. ഓരോ പ്രതിസന്ധിയും ഇവരെ കൂടുതൽ പക്വതയുള്ളവരാക്കും. ഓരോ നഷ്ടവും ജീവിതത്തെക്കുറിച്ചുള്ള പുതിയ പാഠങ്ങൾ പഠിപ്പിക്കും. അതിനാൽ തന്നെ തിരുവാതിര നക്ഷത്രക്കാർ ജീവിതത്തിന്റെ യഥാർത്ഥ അർത്ഥം മറ്റുള്ളവരെക്കാൾ വേഗത്തിൽ മനസ്സിലാക്കുന്നവരായിരിക്കും. ഇവരുടെ മറ്റൊരു പ്രത്യേകതയാണ് ശക്തമായ ഉൾക്കാഴ്ച. ചിലപ്പോൾ ഒരു വ്യക്തിയെ ആദ്യമായി കാണുമ്പോൾ തന്നെ അയാളുടെ സ്വഭാവം ഏകദേശം മനസ്സിലാക്കാനായിട്ട് ഇവർക്ക് കഴിയും. ചിലപ്പോൾ നടക്കാൻ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് മുൻകൂട്ടി ഒരു തോന്നൽ ലഭിക്കാറുണ്ട്. എല്ലാവർക്കും ലഭിക്കാത്ത ഒരു ദൈവിക അനുഗ്രഹമായാണ് പലരും ഇതിനെ കാണുന്നത്. തിരുവാതിര നക്ഷത്രക്കാർക്ക് ആത്മീയതയുമായി വളരെ ശക്തമായ ബന്ധമുണ്ട്. ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ വരുമ്പോൾ ഇവർ കൂടുതൽ ദൈവത്തിലേക്ക് അടുക്കും. പ്രാർത്ഥനയിലും ധ്യാനത്തിലും ക്ഷേത്ര ദർശനത്തിലും അവർക്ക് വലിയ ആശ്വാസം ലഭിക്കും. അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ ഏറ്റവും ഇരുണ്ട സമയങ്ങളിൽ പോലും ഒരു അദൃശ്യ ശക്തി തങ്ങളെ കാത്തു സൂക്ഷിക്കുന്നുവെന്ന് പല തിരുവാതിര നക്ഷത്രക്കാരും അനുഭവിച്ചിട്ടുണ്ട്. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത് തിരുവാതിര നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ അത്ഭുതകരമായ രഹസ്യങ്ങളാണ്. തിരുവാതിര നക്ഷത്രക്കാരുടെ യഥാർത്ഥ സ്വഭാവം എന്താണ്? അവരുടെ ഏറ്റവും വലിയ ശക്തികൾ എന്തൊക്കെയാണ്? ജീവിതത്തിൽ അവർ നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? സാമ്പത്തിക ജീവിതം, കുടുംബജീവിതം, വിവാഹം, ഭാഗ്യം,
ദൈവാനുഗ്രഹം, ആത്മീയത എന്നിവയിൽ ഈ നക്ഷത്രക്കാർക്ക് എന്തൊക്കെയാണ് പ്രത്യേകതകൾ? ഈ കാര്യങ്ങളൊക്കെയും നമുക്കിവിടെ കൃത്യമായി മനസ്സിലാക്കാം. തിരുവാതിര നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ പുറമേ കാണുന്ന ആളല്ല യഥാർത്ഥത്തിൽ. അവരുടെ ഉള്ളിൽ മറ്റൊരു ലോകമുണ്ട്. മറ്റുള്ളവർ സാധാരണ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തിരുവാതിര നക്ഷത്രക്കാർ ജീവിതത്തിന്റെ ആഴങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്? മനുഷ്യർ എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത്? എന്തുകൊണ്ടാണ് ചില കാര്യങ്ങൾ സംഭവിക്കുന്നത്? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഇവരുടെ മനസ്സിൽ പലപ്പോഴും ഉയർന്നു വരും. അതുകൊണ്ട് തന്നെ ഇവരെ എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കണമെന്നില്ല. ചിലപ്പോൾ കുടുംബാംഗങ്ങൾ പോലും ഇവരുടെ ചിന്തകൾ മനസ്സിലാക്കാതെ വരാം. പക്ഷെ അതൊന്നും തിരുവാതിര നക്ഷത്രക്കാരെ അധികം ബാധിക്കാറില്ല. കാരണം മറ്റുള്ളവരുടെ അംഗീകാരത്തെക്കാൾ സ്വന്തം മനസ്സിന്റെ തൃപ്തിക്കാണ് ഇവർ കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. തിരുവാതിര നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ പ്രത്യേകത അവരുടെ ബുദ്ധിശക്തിയാണ്. ഒരു കാര്യം കേട്ടാൽ ഉടനെ വിശ്വസിക്കുന്നവരല്ല ഇവർ. ആദ്യം അതിനെക്കുറിച്ച് ചിന്തിക്കും, വിശകലനം ചെയ്യും, പല വശങ്ങളിൽ നിന്ന് പരിശോധിക്കും. അതിനുശേഷം മാത്രമേ ഒരു നിഗമനത്തിൽ എത്തുകയുള്ളൂ. ഈ സ്വഭാവം പലപ്പോഴും ജീവിതത്തിൽ വലിയ തെറ്റുകളിൽ നിന്ന് ഇവരെ രക്ഷിക്കാറുണ്ട്. ഇവർക്ക് അറിവിനോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ എപ്പോഴും താല്പര്യം കാണിക്കും. വയസ്സ് എത്രയായാലും പഠനം അവസാനിപ്പിക്കാത്തവരാണ് പല തിരുവാതിര നക്ഷത്രക്കാരും. അവർക്ക് പുസ്തകങ്ങൾ ഇഷ്ടമായിരിക്കും, ആത്മീയ വിഷയങ്ങൾ ഇഷ്ടമായിരിക്കും. ചരിത്രവും തത്വചിന്തയും മനഃശാസ്ത്രവും പോലുള്ള വിഷയങ്ങളിലേക്ക് സ്വാഭാവികമായ ആകർഷണമുണ്ടാകാം. ഇവരുടെ മറ്റൊരു പ്രത്യേകതയാണ് നിശബ്ദത. എല്ലാവരും സംസാരിക്കുന്നിടത്ത് ഇവർ കേൾക്കുന്നവരായിരിക്കും. എല്ലാവരും ചിരിക്കുന്നിടത്ത് ഇവർ ചിന്തിക്കുന്നവരായിരിക്കും. എല്ലാവരും പുറമേയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ അവർ ഉള്ളിലെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവരായിരിക്കും. അതുകൊണ്ട് തന്നെ പലപ്പോഴും ആളുകൾ ഇവരെ അല്പം വ്യത്യസ്തരാണ് എന്ന് പറയാറുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ അവർ ജീവിതത്തെ കൂടുതൽ ആഴത്തിൽ കാണുന്നവരാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് ഒരു ചെറിയ ദൗർബല്യവുമുണ്ട്. അത് അമിത ചിന്തയാണ്. ചിലപ്പോൾ ചെറിയ കാര്യങ്ങൾ പോലും വളരെ ആഴത്തിൽ ചിന്തിക്കും. സംഭവിക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് പോലും ആശങ്കപ്പെടാം. ഇത് പലപ്പോഴും മാനസിക സമ്മർദ്ദത്തിന് കാരണമാകാം. അതുകൊണ്ട് ജീവിതത്തിൽ സമാധാനവും പ്രാർത്ഥനയും വളരെ പ്രധാനമാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാനുള്ള ഒരു പ്രത്യേക കഴിവുണ്ടെന്ന് പലരും പറയാറുണ്ട്. ഒരു വ്യക്തി എന്താണ് അനുഭവിക്കുന്നത് എന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ ഇവർക്ക് കഴിയും. അതുകൊണ്ട് തന്നെ പലരും സ്വന്തം പ്രശ്നങ്ങൾ തുറന്നു പറയാൻ ഇവരെ സമീപിക്കാറുണ്ട്. ജീവിതത്തിൽ വിശ്വസ്തരായ സുഹൃത്തുക്കളെ ലഭിക്കുന്ന നക്ഷത്രമാണ് തിരുവാതിര. പക്ഷെ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കാൻ ഇവർ വളരെ സമയമെടുക്കും. ഒരു പ്രാവശ്യം വിശ്വസിച്ചാൽ ജീവിതകാലം മുഴുവൻ ആ ബന്ധം കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കും. തിരുവാതിര നക്ഷത്രക്കാരായ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി നിങ്ങളുടെ ചിന്താശേഷിയാണ്. നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത് നിങ്ങളുടെ അറിവാണ്. നിങ്ങളുടെ ഏറ്റവും വലിയ അനുഗ്രഹം നിങ്ങളുടെ ഉൾക്കാഴ്ചയാണ്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങളെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യരുത്. കാരണം ദൈവം നിങ്ങളെ ഒരു പ്രത്യേക ലക്ഷ്യത്തിനായി സൃഷ്ടിച്ചിരിക്കുന്നു. നിങ്ങളുടെ ജീവിതയാത്രയും നിങ്ങളുടെ ചിന്താരീതിയും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ തിരുവാതിര നക്ഷത്രക്കാരെ കുറിച്ച് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായി കാണാൻ സാധിക്കും. ഈ നക്ഷത്രക്കാർക്ക് ചില പ്രത്യേക ശക്തികൾ ജന്മനാ ലഭിച്ചിട്ടുണ്ടെന്ന്. പുറമെ നോക്കുമ്പോൾ അവർ സാധാരണക്കാരെ പോലെ തോന്നാം. എന്നാൽ അവരുടെ മനസ്സിനുള്ളിൽ പ്രവർത്തിക്കുന്ന ചില കഴിവുകൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഉൾക്കാഴ്ച ശക്തി. ചില ആളുകളെ ആദ്യമായി കണ്ടുമുട്ടുമ്പോൾ തന്നെ അവരുടെ യഥാർത്ഥ സ്വഭാവത്തെക്കുറിച്ച് ഒരു ധാരണ തിരുവാതിര നക്ഷത്രക്കാർക്ക് ലഭിക്കാറുണ്ട്. പലപ്പോഴും പിന്നീട് അത് ശരിയാണെന്ന് തെളിയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പല തിരുവാതിര നക്ഷത്രക്കാരും പറയാറുണ്ട്, എനിക്ക് ആദ്യം തന്നെ ഒരു തോന്നൽ ഉണ്ടായിരുന്നു. ഈ തോന്നലുകൾ വെറുമൊരു യാദൃശ്ചികതയല്ലെന്ന് പലരും വിശ്വസിക്കുന്നു. ഇത് അവരുടെ ഉൾക്കാഴ്ച ശക്തിയുടെ ഭാഗമാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് മറ്റൊരു പ്രത്യേക കഴിവുമുണ്ട്. അത് മനുഷ്യരുടെ വികാരങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവാണ്. മറ്റുള്ളവർ പുറമേ ചിരിക്കുന്നുണ്ടെങ്കിലും അവരുടെ ഉള്ളിൽ വിഷമമുണ്ടോ എന്ന് തിരിച്ചറിയാൻ ഇവർക്ക് പലപ്പോഴും കഴിയാറുണ്ട്. ആരെയെങ്കിലും കണ്ടാൽ അയാളുടെ മനസ്സിലെ വേദന മനസ്സിലാക്കാൻ സാധിക്കും. അതിനാലാണ് പലരും സ്വന്തം പ്രശ്നങ്ങൾ പറയാൻ തിരുവാതിര നക്ഷത്രക്കാരെ സമീപിക്കുന്നത്. അവർ നല്ല ശ്രോതാക്കളാണ്. വിധി പറയാതെ കേൾക്കാൻ അറിയുന്നവരാണ്. അതുകൊണ്ട് തന്നെ നല്ല സുഹൃത്തുക്കളും നല്ല ഉപദേശകരുമായിരിക്കും. തിരുവാതിര നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പലപ്പോഴും ഒരു കാര്യം സംഭവിക്കും. അവർക്ക് ഒറ്റപ്പെടൽ അനുഭവപ്പെടാം. കാരണം എല്ലാവർക്കും അവരുടെ ചിന്തകൾ മനസ്സിലാക്കാൻ കഴിയില്ല.
ചിലപ്പോൾ സ്വന്തം കുടുംബത്തിൽ പോലും അവർക്ക് തങ്ങളെ പൂർണ്ണമായി മനസ്സിലാക്കുന്ന ആരുമില്ലെന്ന് തോന്നാം. പക്ഷെ അതൊരു ദൗർബല്യമല്ല, അത് അവരുടെ വ്യത്യസ്തമായ വ്യക്തിത്വത്തിന്റെ ഭാഗമാണ്. തിരുവാതിര നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ദൈവാനുഗ്രഹം പലപ്പോഴും അത്ഭുതകരമായ രീതിയിൽ പ്രവർത്തിക്കുന്നതായിട്ട് കാണാം. ചില സാഹചര്യങ്ങളിൽ എല്ലാ വഴികളും അടഞ്ഞുവെന്ന് തോന്നും, ഒരു പ്രതീക്ഷയും കാണാനാകില്ല. എന്നാൽ അപ്രതീക്ഷിതമായി ഒരു വഴി തുറക്കും, ഒരു വ്യക്തി സഹായത്തിനെത്തും, ഒരു അവസരം ലഭിക്കും, ഒരു പരിഹാരം കണ്ടെത്തും. പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ അത് ദൈവത്തിന്റെ ഇടപെടലായിരുന്നുവെന്ന് തോന്നും. ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ പല തിരുവാതിര നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകും. ഇവർക്ക് പ്രാർത്ഥനയുടെ ശക്തി വളരെ വേഗത്തിൽ അനുഭവപ്പെടാറുണ്ട്. മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ അതിന് ഫലം ലഭിക്കുന്നുവെന്ന് അവർക്ക് തോന്നും. അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ വലിയ തീരുമാനങ്ങൾക്ക് മുൻപ് പ്രാർത്ഥിക്കുന്ന സ്വഭാവം പലർക്കും ഉണ്ടാകും. തിരുവാതിര നക്ഷത്രക്കാർക്ക് ഒരു കാര്യം കൂടിയുണ്ട്, അവർ മറ്റുള്ളവരെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. സ്വന്തം വിഷമങ്ങൾ ഉണ്ടായാലും മറ്റൊരാളുടെ കണ്ണുനീർ കാണാൻ ഇവർക്ക് ബുദ്ധിമുട്ടാണ്. കഴിയുന്ന സഹായം ചെയ്യാൻ അവർ ശ്രമിക്കും. അതുകൊണ്ട് ജീവിതത്തിൽ നല്ല കർമ്മഫലങ്ങളും അനുഗ്രഹങ്ങളും ലഭിക്കാൻ സാധ്യത കൂടുതലാണ്. നിങ്ങൾ തിരുവാതിര നക്ഷത്രക്കാരനാണെങ്കിൽ അല്ലെങ്കിൽ നക്ഷത്രക്കാരിയാണെങ്കിൽ ഒരു കാര്യം ഓർമ്മിക്കുക, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ കരുതുന്നതിലും കൂടുതൽ ശക്തിയുണ്ട്. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ തിരിച്ചറിയാത്ത കഴിവുകളുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഒരുക്കി വെച്ച ചില അനുഗ്രഹങ്ങളുണ്ട്. അതിനാൽ ഒരിക്കലും സ്വയം ചെറുതായി കാണരുത്. പ്രതിസന്ധികൾ വന്നാൽ തളരരുത്. കാരണം പലപ്പോഴും തിരുവാതിര നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ വിജയങ്ങൾ ജനിക്കുന്നത് ഏറ്റവും കഠിനമായ സാഹചര്യങ്ങളിൽ നിന്നാണ്. നിങ്ങളുടെ ഉൾക്കാഴ്ചയിൽ വിശ്വസിക്കുക, നിങ്ങളുടെ ദൈവവിശ്വാസം ശക്തമാക്കുക, നല്ല പ്രവർത്തികൾ തുടരുക. അപ്പോൾ ജീവിതം നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന പല അനുഗ്രഹങ്ങളും നൽകും. ഇനി അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് തിരുവാതിര നക്ഷത്രക്കാരുടെ വിദ്യാഭ്യാസം, തൊഴിൽ, സാമ്പത്തിക ജീവിതം എന്നിവയെക്കുറിച്ചാണ്. ജീവിതത്തിലെ വിജയത്തിലേക്ക് എത്താൻ സഹായിക്കുന്ന നിരവധി ഗുണങ്ങൾ തിരുവാതിര നക്ഷത്രക്കാർക്ക് ജന്മനാ ലഭിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവരുടെ അറിവ് നേടാനുള്ള ആഗ്രഹമാണ്. ഒരു കാര്യം പഠിക്കാൻ തീരുമാനിച്ചാൽ അതിന്റെ ആഴം വരെ മനസ്സിലാക്കാൻ ഇവർ ശ്രമിക്കും. വെറും പരീക്ഷ പാസ്സാകാൻ വേണ്ടി മാത്രം പഠിക്കുന്നവരല്ല ഇവർ. ഒരു വിഷയത്തിന്റെ പിന്നിലെ യഥാർത്ഥ സത്യം മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ പല തിരുവാതിര നക്ഷത്രക്കാരും ഉയർന്ന വിദ്യാഭ്യാസ മേഖലകളിലും ഗവേഷണ രംഗങ്ങളിലും മികച്ച നേട്ടങ്ങൾ കൈവരിക്കുന്നതായി കാണാം. ഇവർക്ക് പ്രത്യേകിച്ച് താല്പര്യം തോന്നുന്ന ചില മേഖലകളുണ്ട്. അധ്യാപനം, മനഃശാസ്ത്രം, വൈദ്യശാസ്ത്രം, ആത്മീയ പഠനങ്ങൾ, എഴുത്ത്, ഗവേഷണം, നിയമം, ചരിത്രം, സാമൂഹിക സേവനം. ഇത്തരം മേഖലകളിൽ അവരുടെ കഴിവുകൾ കൂടുതൽ തെളിയാൻ സാധ്യതയുണ്ട്. തിരുവാതിര നക്ഷത്രക്കാർക്ക് ജോലി തിരഞ്ഞെടുക്കുമ്പോൾ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കാം. പണം മാത്രം ലഭിക്കുന്ന ജോലി ഇവർക്ക് ദീർഘകാലം സന്തോഷം നൽകണമെന്നില്ല. അവർ ചെയ്യുന്ന ജോലിക്ക് ഒരു അർത്ഥം വേണം, ഒരു ലക്ഷ്യം വേണം, മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ചെയ്യുന്നു എന്ന തോന്നൽ വേണം. അപ്പോഴാണ് അവർ യഥാർത്ഥ സന്തോഷം കണ്ടെത്തുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇവർ സ്വന്തം മനസ്സിന് ഇഷ്ടപ്പെട്ട വഴികൾ തിരഞ്ഞെടുക്കാറുണ്ട്. ചിലർ അതിനെ റിസ്ക് എന്ന് വിളിച്ചേക്കാം. പക്ഷെ തിരുവാതിര നക്ഷത്രക്കാർക്ക് മനസമാധാനം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവർ ജോലിയിൽ വളരെ ഉത്തരവാദിത്വമുള്ളവരാണ്. ഏൽപ്പിച്ച ജോലി ആത്മാർത്ഥമായി പൂർത്തിയാക്കാൻ ശ്രമിക്കും. കാപട്യവും ചതിയും ഇവർക്കിഷ്ടമല്ല. അതുകൊണ്ട് ചിലപ്പോൾ ഓഫീസിലോ ജോലി സ്ഥലത്തോ ചില പ്രശ്നങ്ങൾ നേരിടേണ്ടി വരാം. കാരണം എല്ലാവരും സത്യം ഇഷ്ടപ്പെടണമെന്നില്ല. എന്നാൽ അവസാനം ഇവരുടെ സത്യസന്ധത തന്നെയാണ് ഇവരെ ഉയർത്തുന്നത്. സാമ്പത്തിക കാര്യങ്ങളിൽ തിരുവാതിര നക്ഷത്രക്കാരുടെ ജീവിതം സാധാരണയായി 2 ഘട്ടങ്ങളായി കാണാം. ആദ്യഘട്ടത്തിൽ ചില സാമ്പത്തിക വെല്ലുവിളികൾ ഉണ്ടാകാം. പ്രയത്നത്തിനനുസരിച്ച ഫലം ലഭിക്കാതെ വരാം. ആഗ്രഹിച്ച നേട്ടങ്ങൾ വൈകി ലഭിക്കാം. എന്നാൽ അവർ ക്ഷമയോടെ മുന്നോട്ടു പോയാൽ പിന്നീട് ജീവിതത്തിൽ സാമ്പത്തിക സ്ഥിരത കൈവരിക്കാൻ സാധിക്കും. കാരണം ഇവർ പണം സമ്പാദിക്കുന്നതിനേക്കാൾ അതിനെ ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അനാവശ്യ ആഡംബരങ്ങളിൽ പണം ചെലവഴിക്കുന്ന സ്വഭാവം പൊതുവെ കുറവായിരിക്കും. എന്നാൽ മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യത്തിൽ ചിലപ്പോൾ അമിതമായി ചിലവഴിക്കാൻ സാധ്യതയുണ്ട്. ഇതാണ് അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. സഹായം ചെയ്യുന്നത് നല്ലതാണ്, പക്ഷെ സ്വന്തം ഭാവിയും സുരക്ഷിതമാക്കണം. തിരുവാതിര നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ അപ്രതീക്ഷിത അവസരങ്ങൾ ലഭിക്കുന്നതും കാണാം. വർഷങ്ങളായി അടഞ്ഞുകിടന്ന ഒരു വഴി പെട്ടെന്ന് തുറക്കാം. പ്രതീക്ഷിക്കാത്ത ഒരു ജോലി ലഭിക്കാം. ഒരു പുതിയ ബിസിനസ് ആശയം വിജയിക്കാം. ഒരു വ്യക്തിയുടെ സഹായം ജീവിതം തന്നെ മാറ്റിമറിക്കാം. ഇത്തരം അനുഭവങ്ങൾ പല തിരുവാതിര നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് ഒരു പരാജയം കണ്ട് യാത്ര അവസാനിപ്പിക്കരുത്. കാരണം ദൈവം നിങ്ങൾക്കായി ഒരുക്കിയിരുന്ന അവസരങ്ങൾ ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും വരുന്നത്. നിങ്ങളുടെ ഏറ്റവും വലിയ തൊഴിൽ ശക്തി നിങ്ങളുടെ ബുദ്ധിയാണ്.
നിങ്ങളുടെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി നിങ്ങളുടെ വിവേകമാണ്. നിങ്ങളുടെ ഏറ്റവും വലിയ വിജയരഹസ്യം നിങ്ങളുടെ ക്ഷമയാണ്. അതിനാൽ പഠനം തുടരുക, അറിവ് വർദ്ധിപ്പിക്കുക, സ്വന്തം കഴിവുകളിൽ വിശ്വാസം വയ്ക്കുക. അപ്പോൾ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വിജയം വൈകിയാലും ഉറപ്പായും നിങ്ങളെ തേടിയെത്തിയിരിക്കും. ഇനി അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് തിരുവാതിര നക്ഷത്രക്കാരുടെ പ്രണയം, വിവാഹം, കുടുംബജീവിതം എന്നിവയെക്കുറിച്ചാണ്. ഒരു വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവം ഏറ്റവും കൂടുതൽ പ്രകടമാകുന്നത് ബന്ധങ്ങളിലാണ്. അവൻ അല്ലെങ്കിൽ അവൾ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നു, എങ്ങനെ സ്നേഹിക്കുന്നു, എങ്ങനെ വിശ്വസിക്കുന്നു എന്നതിലാണ് അവരുടെ വ്യക്തിത്വത്തിന്റെ യഥാർത്ഥ മുഖം കാണാൻ കഴിയുന്നത്. തിരുവാതിര നക്ഷത്രക്കാരുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ അവർ വളരെ ആഴത്തിൽ സ്നേഹിക്കുന്നവരാണ്. പക്ഷെ അവർ സ്നേഹം പ്രകടിപ്പിക്കുന്ന രീതി എല്ലാവർക്കും ഇഷ്ടമാകണമെന്നില്ല, അല്ലെങ്കിൽ മനസ്സിലാകണമെന്നില്ല. കാരണം ഇവർ വാക്കുകളേക്കാൾ പ്രവർത്തികളിലൂടെ സ്നേഹം പ്രകടിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് 100 പ്രാവശ്യം പറയുന്നതിനേക്കാൾ ആവശ്യമുള്ള സമയത്ത് കൂടെ നിൽക്കുന്നതാണ് ഇവരുടെ രീതി. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇവരുടെ സ്നേഹം മറ്റുള്ളവർ തിരിച്ചറിയാതെ പോകാം. തിരുവാതിര നക്ഷത്രക്കാർ ഒരാളെ വിശ്വസിക്കാൻ കുറച്ച് സമയമെടുക്കും. കാരണം അവർ ഹൃദയം ആർക്കും എളുപ്പത്തിൽ തുറന്നു കൊടുക്കുന്നവരല്ല. ആദ്യം ആ വ്യക്തിയെ മനസ്സിലാക്കും, നിരീക്ഷിക്കും. വിശ്വസിക്കാൻ കഴിയുമെന്ന് ഉറപ്പായാൽ മാത്രമേ അവർ ബന്ധങ്ങളിലേക്ക് പൂർണ്ണമായി കടക്കുകയുള്ളൂ. എന്നാൽ ഒരിക്കൽ സ്നേഹിച്ചാൽ അതിൽ ആത്മാർത്ഥതയുടെ കുറവുണ്ടാകില്ല. അവർ ബന്ധങ്ങളെ വളരെ ഗൗരവത്തോടെ കാണുന്നവരാണ്. കളിയാക്കാനോ സമയം കളയാനോ അവർ ബന്ധങ്ങൾ ഉണ്ടാക്കാറില്ല. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരിക്കലുണ്ടായ വിശ്വാസവഞ്ചന ഇവരെ വളരെ ആഴത്തിൽ വേദനിപ്പിച്ചേക്കാം. പുറമേ അത് കാണിക്കില്ല, പക്ഷെ ഉള്ളിൽ അതിന്റെ മുറിവ് വളരെ കാലം നിലനിൽക്കാം. അതുകൊണ്ടാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് ബന്ധങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിശ്വാസമാണ് എന്ന് പറയുന്നത്. വിശ്വാസമുണ്ടെങ്കിൽ അവർ ഏത് സാഹചര്യവും സഹിക്കും. പക്ഷെ വിശ്വാസം നഷ്ടപ്പെട്ടാൽ പഴയതുപോലെ ആ ബന്ധത്തിലേക്ക് മടങ്ങാൻ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. വിവാഹ ജീവിതത്തിൽ തിരുവാതിര നക്ഷത്രക്കാർ പൊതുവെ ഉത്തരവാദിത്വമുള്ള പങ്കാളികളായിരിക്കും. കുടുംബത്തെ സംരക്ഷിക്കാനും കുടുംബാംഗങ്ങളുടെ സന്തോഷത്തിനായി പ്രവർത്തിക്കാനും അവർ ശ്രമിക്കും. പങ്കാളിയുടെ വിഷമങ്ങൾ കേൾക്കാനും മനസ്സിലാക്കാനും അവർ തയ്യാറായിരിക്കും. എന്നാൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. സ്വന്തം വികാരങ്ങൾ തുറന്നു പറയുന്നതിൽ ചിലപ്പോൾ അവർ പിന്നോട്ടായിരിക്കും. വിഷമമുണ്ടെങ്കിൽ പോലും അത് മനസ്സിൽ സൂക്ഷിച്ചേക്കാം. ഇതാണ് പല തെറ്റിദ്ധാരണകൾക്കും കാരണം. അതുകൊണ്ട് ജീവിത പങ്കാളിയുമായി തുറന്ന ആശയവിനിമയം നടത്തുന്നത് വളരെ പ്രധാനമാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് കുടുംബത്തോട് വലിയ സ്നേഹമുണ്ട്. പ്രത്യേകിച്ച് മാതാപിതാക്കളോടും സഹോദരങ്ങളോടും ആഴത്തിലുള്ള ബന്ധമുണ്ടാകാം. കുടുംബത്തിന് വേണ്ടി പല ത്യാഗങ്ങളും ചെയ്യാൻ തയ്യാറാകുന്നവരാണ്. പലപ്പോഴും സ്വന്തം ആഗ്രഹങ്ങൾ പോലും മാറ്റിവെച്ച് കുടുംബത്തിന്റെ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകും. ഇത് ഒരു വലിയ ഗുണമാണ്. പക്ഷെ സ്വന്തം സന്തോഷവും ജീവിത ലക്ഷ്യങ്ങളും പൂർണ്ണമായും മറക്കരുത്. കാരണം സന്തോഷമുള്ള ഒരാൾക്കാണ് മറ്റുള്ളവരെയും സന്തോഷിപ്പിക്കാൻ കഴിയുക. തിരുവാതിര നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷം വരുന്നത് തങ്ങളെ മനസ്സിലാക്കുന്ന ഒരാളെ കണ്ടെത്തുമ്പോഴാണ്. അവരെ മാറ്റാൻ ശ്രമിക്കാത്ത ഒരാൾ, അവരുടെ സ്വപ്നങ്ങളെ ബഹുമാനിക്കുന്ന ഒരാൾ, അവരുടെ നിശബ്ദത പോലും മനസ്സിലാക്കുന്ന ഒരാൾ. അത്തരമൊരു വ്യക്തി ജീവിതത്തിൽ വന്നാൽ തിരുവാതിര നക്ഷത്രക്കാർ വളരെ സന്തുഷ്ടരായിരിക്കും. നിങ്ങളുടെ ഏറ്റവും വലിയ ബന്ധശക്തി നിങ്ങളുടെ ആത്മാർത്ഥതയാണ്. നിങ്ങളുടെ ഏറ്റവും വലിയ കുടുംബ സമ്പത്ത് നിങ്ങളുടെ കരുതലാണ്. നിങ്ങളുടെ ഏറ്റവും വലിയ പ്രണയശക്തി നിങ്ങളുടെ വിശ്വസ്തതയാണ്. അതുകൊണ്ട് തന്നെ സ്നേഹിക്കുന്നവരെ വിലമതിക്കുക, വികാരങ്ങൾ തുറന്നു പറയാൻ പഠിക്കുക, ബന്ധങ്ങളിൽ ക്ഷമ പുലർത്തുക. അപ്പോൾ കുടുംബജീവിതത്തിലും വിവാഹ ജീവിതത്തിലും നിങ്ങൾക്ക് വലിയ സന്തോഷവും സമാധാനവും അനുഭവിക്കാൻ കഴിയും. ഇനി അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് തിരുവാതിര നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ്. അത് അവരുടെ ഭാഗ്യം, ദൈവാനുഗ്രഹം, ജീവിതത്തിലെ വലിയ വഴിത്തിരിവുകൾ എന്നിവയാണ്. പല തിരുവാതിര നക്ഷത്രക്കാരുടെയും ജീവിതം ശ്രദ്ധിച്ചാൽ ഒരു കാര്യം കാണാൻ സാധിക്കും. അവരുടെ ജീവിതം എല്ലായ്പ്പോഴും ഒരേ രീതിയിൽ മുന്നോട്ട് പോകില്ല. ചില സമയങ്ങളിൽ വളരെ ഉയർച്ചകൾ ഉണ്ടാകും, ചില സമയങ്ങളിൽ പ്രതീക്ഷിക്കാത്ത പരീക്ഷണങ്ങൾ ഉണ്ടാകും. പക്ഷെ ഒരു പ്രത്യേകതയുണ്ട്. എത്ര വലിയ പ്രതിസന്ധികൾ വന്നാലും അവസാനം അതിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ഒരു വഴി അവർക്ക് ലഭിക്കും. ഇതാണ് പല ജ്യോതിഷ പണ്ഡിതന്മാരും തിരുവാതിര നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ ദൈവാനുഗ്രഹമായി പറയുന്നത്. തിരുവാതിര നക്ഷത്രക്കാർക്ക് ഭാഗ്യം പലപ്പോഴും അപ്രതീക്ഷിതമായ രൂപത്തിലാണ് വരുന്നത്. അവർ പ്രതീക്ഷിക്കുന്ന വഴിയിലൂടെയല്ല, മറ്റൊരു വഴിയിലൂടെ ആയിരിക്കും. ഒരു പുതിയ വ്യക്തിയുടെ വരവ്, ഒരു പുതിയ ജോലി, ഒരു യാത്ര, ഒരു അപ്രതീക്ഷിത അവസരം, ഇങ്ങനെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന സംഭവങ്ങൾ പലരുടെയും ജീവിതത്തിൽ ഉണ്ടാകാം. അതുകൊണ്ട് ചില വാതിലുകൾ അടയുമ്പോൾ നിരാശപ്പെടേണ്ടതില്ല. കാരണം ദൈവം നിങ്ങൾക്കായി തുറക്കാൻ പോകുന്ന വാതിൽ അതിലും മികച്ചതായിരിക്കും. തിരുവാതിര നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പലപ്പോഴും ഒരു കാര്യം കാണാനായിട്ട് കഴിയും. അവർ അനുഭവങ്ങളിൽ നിന്നാണ് കൂടുതൽ പഠിക്കുന്നത്. ജീവിതം അവരെ പരീക്ഷിക്കും.
ചിലപ്പോൾ സുഹൃത്തുക്കളുടെ വഞ്ചനയിലൂടെ, ചിലപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെ, ചിലപ്പോൾ ബന്ധങ്ങളിലെ പ്രശ്നങ്ങളിലൂടെ. എന്നാൽ ഓരോ പരീക്ഷണവും അവരെ കൂടുതൽ ശക്തരാക്കും. അതുകൊണ്ട് തന്നെ പ്രായം കൂടുന്നതിനനുസരിച്ച് ഇവരുടെ ജീവിതം കൂടുതൽ സ്ഥിരതയുള്ളതാകാറുണ്ട്. തിരുവാതിര നക്ഷത്രക്കാർക്ക് ദൈവവിശ്വാസം വലിയൊരു അനുഗ്രഹമാണ്. അവർക്ക് പ്രാർത്ഥനയിൽ നിന്നും അസാധാരണമായ മാനസിക ശക്തി ലഭിക്കും. മനസ്സ് തകർന്നിരിക്കുന്ന സമയങ്ങളിൽ പോലും ഒരു ചെറിയ പ്രാർത്ഥന അവരെ വീണ്ടും ഉയർത്തിയേക്കാം. അതുകൊണ്ട് തന്നെ പല തിരുവാതിര നക്ഷത്രക്കാരും ജീവിതത്തിലെ പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് പ്രാർത്ഥിക്കുകയോ ദൈവത്തെ ഓർക്കുകയോ ചെയ്യും. ഇവർക്ക് ക്ഷേത്ര ദർശനം, ഭക്തിഗാനങ്ങൾ, ധ്യാനം തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിന് വലിയ സമാധാനം നൽകും. പലപ്പോഴും ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത് ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ച കാലഘട്ടങ്ങളിലായിരിക്കും. തിരുവാതിര നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ മറ്റൊരു വലിയ പ്രത്യേകതയാണ് വൈകിയെത്തുന്ന ഭാഗ്യം. പല കാര്യങ്ങളും മറ്റുള്ളവർക്ക് നേരത്തെ ലഭിക്കുമ്പോൾ ഇവർക്ക് വൈകിയാവാം ലഭിക്കുക. അതുകൊണ്ട് തന്നെ ചില സമയങ്ങളിൽ നിരാശ തോന്നാം. എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ എല്ലാം വൈകുന്നത് എന്ന ചോദ്യവും ഉണ്ടാകാം. പക്ഷെ യഥാർത്ഥത്തിൽ വൈകി ലഭിക്കുന്ന പല കാര്യങ്ങളും കൂടുതൽ സ്ഥിരതയുള്ളതായിരിക്കും. വൈകി ലഭിക്കുന്ന വിജയം കൂടുതൽ വിലപ്പെട്ടതായിരിക്കും. വൈകി ലഭിക്കുന്ന സന്തോഷം കൂടുതൽ ആഴമുള്ളതായിരിക്കും. അതിനാൽ ക്ഷമയാണ് തിരുവാതിര നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ കൂട്ടുകാരൻ. നിങ്ങൾ തിരുവാതിര നക്ഷത്രക്കാരനാണെങ്കിൽ അല്ലെങ്കിൽ തിരുവാതിര നക്ഷത്രക്കാരിയാണെങ്കിൽ ഒരു കാര്യം ഓർക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ വൈകാം, പക്ഷെ അത് നഷ്ടപ്പെടുന്നു എന്നല്ല അർത്ഥം. ദൈവം നിങ്ങൾക്കായി ശരിയായ സമയം ഒരുക്കുകയാണ്. ഓരോ പരീക്ഷണത്തിനും പിന്നിൽ ഒരു പാഠമുണ്ട്. ഓരോ താമസത്തിനും പിന്നിൽ ഒരു കാരണമുണ്ട്. ഓരോ പ്രതിസന്ധിക്ക് ശേഷവും ഒരു അനുഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതീക്ഷ കൈവിടരുത്, പ്രാർത്ഥന ഉപേക്ഷിക്കരുത്, സ്വന്തം കഴിവുകളെ സംശയിക്കരുത്. കാരണം തിരുവാതിര നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പലപ്പോഴും ഏറ്റവും വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് എല്ലാ പ്രതീക്ഷകളും അവസാനിച്ചു എന്ന് തോന്നുന്ന സമയത്താണ്. അപ്പോൾ ഇതുവരെ നമ്മൾ തിരുവാതിര നക്ഷത്രക്കാരുടെ ശക്തികളെക്കുറിച്ചും അനുഗ്രഹങ്ങളെക്കുറിച്ചും മനസ്സിലാക്കി. എന്നാൽ ഓരോ നക്ഷത്രത്തിനും ചില വെല്ലുവിളികളും ചില ദൗർബല്യങ്ങളും ഉണ്ടാകും. അവ മനസ്സിലാക്കിയാൽ ജീവിതം കൂടുതൽ മനോഹരമാക്കാൻ സാധിക്കും. തിരുവാതിര നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്ന് അമിത ചിന്തയാണ്. ഒരു ചെറിയ കാര്യം സംഭവിച്ചാൽ പോലും അതിനെക്കുറിച്ച് മണിക്കൂറുകളോളം ചിന്തിക്കും. ചിലപ്പോൾ ദിവസങ്ങളോളം മനസ്സിൽ സൂക്ഷിക്കും. സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചും സംഭവിക്കാത്ത കാര്യങ്ങളെക്കുറിച്ചും ഒരുപോലെ ചിന്തിക്കാറുണ്ട്. ഇത് പലപ്പോഴും മനസമാധാനം നഷ്ടപ്പെടുത്തും. അതുകൊണ്ട് തിരുവാതിര നക്ഷത്രക്കാർ ഒരു കാര്യം പഠിക്കണം. എല്ലാ കാര്യങ്ങൾക്കും ഉത്തരം ഉണ്ടാകണമെന്നില്ല. ചില കാര്യങ്ങൾ സമയത്തിന് വിട്ടുകൊടുക്കണം. ചില കാര്യങ്ങൾ ദൈവത്തിന് സമർപ്പിക്കണം. ഇവരുടെ മറ്റൊരു വെല്ലുവിളി വേഗത്തിൽ മനസ്സ് തുറക്കാത്ത സ്വഭാവമാണ്. വിഷമമുണ്ടായാലും മറ്റുള്ളവരോട് പറയില്ല. സങ്കടമുണ്ടായാലും ഉള്ളിൽ തന്നെ സൂക്ഷിക്കും. പുറമേ ചിരിക്കും, പക്ഷെ ഉള്ളിൽ വലിയ ഭാരവുമായി നടക്കും. ഇത് ചിലപ്പോൾ മാനസിക സമ്മർദ്ദം വർദ്ധിപ്പിക്കും. അതുകൊണ്ട് വിശ്വസിക്കാൻ കഴിയുന്ന ഒരാളോടെങ്കിലും മനസ്സിലുള്ള കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ പഠിക്കണം. മറ്റൊരു കാര്യം, തിരുവാതിര നക്ഷത്രക്കാർ പലപ്പോഴും സ്വന്തം കഴിവുകളെ തന്നെ സംശയിക്കാറുണ്ട്. മറ്റുള്ളവർ കാണുന്ന കഴിവുകൾ പോലും അവർക്ക് കാണാൻ സാധിക്കാറില്ല. എനിക്ക് ഇത് ചെയ്യാൻ കഴിയുമോ, ഞാൻ വിജയിക്കുമോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ മനസ്സിൽ വരാം. പക്ഷെ യഥാർത്ഥത്തിൽ അവർ കരുതുന്നതിലും വളരെ ശക്തരാണ്. അവരുടെ ഏറ്റവും വലിയ ശത്രു പലപ്പോഴും പുറമെയുള്ള ആളുകളല്ല, സ്വന്തം മനസ്സിലുള്ള സംശയങ്ങളാണ്. തിരുവാതിര നക്ഷത്രക്കാർ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം വിശ്വാസമാണ്. അവർ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്നവരാണ്. അതിനാൽ ചിലപ്പോൾ തെറ്റായ ആളുകളെ വിശ്വസിക്കാൻ സാധ്യതയുണ്ട്. എല്ലാവരും തങ്ങളെ പോലെ ആത്മാർത്ഥരായിരിക്കുമെന്ന് കരുതും. പക്ഷെ ജീവിതം പിന്നീട് മറ്റൊരു പാഠം പഠിപ്പിക്കും. അതുകൊണ്ട് വിശ്വാസം നൽകുക, പക്ഷെ വിവേകത്തോടുകൂടി നൽകുക. സ്നേഹിക്കുക, പക്ഷെ സ്വയം നഷ്ടപ്പെടുത്താതെ സ്നേഹിക്കുക. സഹായിക്കുക, പക്ഷെ സ്വന്തം ജീവിതം തകരുന്ന രീതിയിലല്ല. ഇതാണ് അവർ പഠിക്കേണ്ട വലിയ പാഠങ്ങളിലൊന്ന്. തിരുവാതിര നക്ഷത്രക്കാരുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ രഹസ്യം എന്താണെന്ന് അറിയാമോ? അവർ ജീവിതത്തിന്റെ തുടക്കത്തിൽ തന്നെ അനുഭവങ്ങളിലൂടെ വളരുന്നവരാണ്. മറ്റുള്ളവർക്ക് 10 വർഷം കൊണ്ട് ലഭിക്കുന്ന പാഠങ്ങൾ ചിലപ്പോൾ ഇവർക്ക് 2 വർഷം കൊണ്ട് ലഭിക്കും. അതുകൊണ്ടാണ് പ്രായത്തേക്കാൾ കൂടുതൽ പക്വത ഇവരിൽ കാണുന്നത്. ദൈവം ഇവരെ ചില പ്രത്യേക അനുഭവങ്ങളിലൂടെ ഒരുക്കുകയാണ്. ഒരു വലിയ ലക്ഷ്യത്തിനായി, ഒരു വലിയ ജീവിത പാഠത്തിനായി, ഒരു വലിയ ആത്മീയ വളർച്ചയ്ക്കായി. അതുകൊണ്ട് ജീവിതത്തിൽ വന്ന കഷ്ടപ്പാടുകളെ വെറുക്കരുത്. അവയെല്ലാം നിങ്ങളെ കൂടുതൽ ശക്തരാക്കാൻ വന്ന അധ്യാപകരാണ്. തിരുവാതിര നക്ഷത്രക്കാരായ നിങ്ങൾ ഒരു കാര്യം എപ്പോഴും ഓർമ്മിക്കുക. നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി നിങ്ങളുടെ മനസ്സാണ്. നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത് നിങ്ങളുടെ അറിവാണ്. നിങ്ങളുടെ ഏറ്റവും വലിയ അനുഗ്രഹം നിങ്ങളുടെ ദൈവവിശ്വാസമാണ്. നിങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യം നിങ്ങളുടെ ഉൾക്കാഴ്ചയാണ്. നിങ്ങൾ പലപ്പോഴും മറ്റുള്ളവർക്ക് മനസ്സിലാകാത്ത ഒരാളായിരിക്കാം, പക്ഷെ ദൈവത്തിന് നിങ്ങളെ നന്നായി അറിയാം.
നിങ്ങളുടെ യാത്രയും നിങ്ങളുടെ സമയവും നിങ്ങളുടെ അനുഗ്രഹങ്ങളും വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് ഒരിക്കലും നിങ്ങളെ ചെറുതായി കാണരുത്. സ്വന്തം കഴിവുകളിൽ വിശ്വാസം വയ്ക്കുക, ദൈവത്തിൽ വിശ്വാസം വയ്ക്കുക, പ്രാർത്ഥനയിൽ ഉറച്ചു വിശ്വസിക്കുക. അപ്പോൾ ജീവിതത്തിൽ നിങ്ങൾ സ്വപ്നം കണ്ടതിലും വലിയ അനുഗ്രഹങ്ങൾ നിങ്ങളെ തേടിയെത്തും. തിരുവാതിര നക്ഷത്രക്കാരുടെ ജീവിതം വെറും വിജയങ്ങളുടെയും പരാജയങ്ങളുടെയും കഥയല്ല. അത് അറിവിന്റെ യാത്രയാണ്, ആത്മീയതയുടെ യാത്രയാണ്, ഉൾക്കാഴ്ചയുടെ യാത്രയാണ്, ദൈവാനുഗ്രഹത്തിന്റെ യാത്രയാണ്. നിങ്ങൾ തിരുവാതിര നക്ഷത്രക്കാരനോ നക്ഷത്രക്കാരിയോ ആണെങ്കിൽ കമന്റ് ബോക്സിൽ ഓം നമഃശിവായ എന്ന് രേഖപ്പെടുത്തുക. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി എത്രത്തോളം യോജിക്കുന്നുവെന്ന് അറിയിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് തിരുവാതിര നക്ഷത്രക്കാരെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് 27 നക്ഷത്രങ്ങളിൽ ഏറ്റവും പ്രതീക്ഷയും പുനർജന്മത്തിന്റെ ശക്തിയും നൽകുന്ന ഒരു നക്ഷത്രത്തെ കുറിച്ചാണ്. അതാണ് പുണർദം നക്ഷത്രം. ജ്യോതിശാസ്ത്രത്തില് പുണർദം നക്ഷത്രത്തെ ഒരു പ്രത്യേക നക്ഷത്രമായാണ് കണക്കാക്കുന്നത്. കാരണം ഈ നക്ഷത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മറ്റൊന്നുമല്ല, എത്ര വലിയ തിരിച്ചടികൾ വന്നാലും വീണ്ടും ഉയർത്തെഴുന്നേൽക്കാനുള്ള അത്ഭുതകരമായ കഴിവാണ്. ജീവിതത്തിൽ ചില ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ടാകും. അവർ ഒരുപാട് നഷ്ടങ്ങൾ നേരിട്ടിട്ടുണ്ടാകും, ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെ കടന്നുപോയിട്ടുണ്ടാകും, ഒരുപാട് തവണ പരാജയങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകും. എന്നാൽ അതൊന്നും അവരെ തകർത്തിട്ടില്ല. ഓരോ വീഴ്ചയ്ക്കും ശേഷം അവർ കൂടുതൽ ശക്തിയോടെ തിരിച്ചു വന്നിട്ടുണ്ട്. അത്തരം ഒരു അനുഗ്രഹം ലഭിച്ചവരാണ് പല പുണർദം നക്ഷത്രക്കാരും. പുണർദം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പലപ്പോഴും ഒരു പ്രത്യേക കാര്യം കാണാനായിട്ട് സാധിക്കും. അവർക്ക് ജീവിതം പല പരീക്ഷണങ്ങളും നൽകും. ചിലപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ചിലപ്പോൾ ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ, ചിലപ്പോൾ പ്രതീക്ഷിക്കാത്ത നഷ്ടങ്ങൾ. പക്ഷെ ഓരോ പരീക്ഷണത്തിനും ശേഷം ഒരു പുതിയ തുടക്കം അവരുടെ ജീവിതത്തിൽ വരും. അതുകൊണ്ടാണ് ഈ നക്ഷത്രത്തെ പ്രതീക്ഷയുടെ നക്ഷത്രം എന്ന് പലരും വിശേഷിപ്പിക്കുന്നത്. പുണർദം നക്ഷത്രക്കാർ പൊതുവെ നല്ല മനസ്സുള്ളവരാണ്, മറ്റുള്ളവരെ സഹായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ആരുടെയും ദുഃഖം കാണാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. കഴിയുന്ന സഹായം ചെയ്യാൻ എപ്പോഴും തയ്യാറായിരിക്കും. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ നല്ല പേരും ബഹുമാനവും നേടുന്നവരാണ് ഇവർ. ഇവർക്ക് കുടുംബത്തോടും സുഹൃത്തുക്കളോടും വളരെ വലിയ സ്നേഹമുണ്ട്. ബന്ധങ്ങളെ വിലമതിക്കുന്നവരാണ്. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ ചെയ്യാൻ തയ്യാറായിരിക്കും. എന്നാൽ ചിലപ്പോൾ അതേ ആത്മാർത്ഥത തിരികെ ലഭിക്കാത്തപ്പോൾ അവർക്ക് നിരാശയും ഉണ്ടാകാം. പുണർദം നക്ഷത്രക്കാരുടെ മറ്റൊരു വലിയ പ്രത്യേകത അവരുടെ ദൈവവിശ്വാസമാണ്. ജീവിതം എത്ര കഠിനമായാലും ദൈവം കൈവിടില്ല എന്ന വിശ്വാസം ഇവരുടെ മനസ്സിലുണ്ടാകും. പലപ്പോഴും എല്ലാ വഴികളും അടഞ്ഞുവെന്ന് തോന്നുന്ന സമയത്ത് ഒരു പുതിയ വഴി തുറക്കപ്പെടുന്നത് ഇവരുടെ ജീവിതത്തിൽ കണ്ടുവരുന്ന ഒരു അത്ഭുതമാണ്. അതിനാലാണ് പല പുണർദം നക്ഷത്രക്കാരും സ്വന്തം ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് പലതും നഷ്ടപ്പെട്ടു, പക്ഷെ ദൈവം അതിലും നല്ലത് തന്നു എന്ന് പറയുന്നത്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് പുണർദം നക്ഷത്രക്കാരുടെ യഥാർത്ഥ സ്വഭാവം എന്താണ്, അവരുടെ ഏറ്റവും വലിയ ശക്തികൾ എന്തൊക്കെയാണ്, ജീവിതത്തിൽ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, സാമ്പത്തികം, കുടുംബം, വിവാഹം, തൊഴിൽ, ഭാഗ്യം, ആത്മീയത എന്നിവയിൽ ഈ നക്ഷത്രക്കാർക്ക് എന്തെല്ലാം പ്രത്യേകതകളാണ് ഉള്ളത്, ഇതിനെക്കുറിച്ച് നമുക്കിന്ന് വിശദമായി മനസ്സിലാക്കാം. പുണർദം നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ സാധാരണക്കാരെ പോലെ തോന്നുമെങ്കിലും അവരുടെ ഉള്ളിൽ അസാധാരണമായ ഒരു ശക്തി ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ആ ശക്തിയുടെ പേര് പ്രതീക്ഷ എന്നാണ്. ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും എല്ലാം അവസാനിച്ചു എന്ന് അവർ എളുപ്പത്തിൽ വിശ്വസിക്കാറില്ല. ഒരു വഴി അടഞ്ഞാൽ മറ്റൊരു വഴി തുറക്കും എന്ന വിശ്വാസം അവരുടെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കൊടുങ്കാറ്റുകൾക്ക് പോലും അവരെ പൂർണ്ണമായി തകർക്കാൻ കഴിയാത്തത്. പുണർദം നക്ഷത്രക്കാർ പൊതുവെ വളരെ ശുദ്ധമായ മനസ്സിനുടമകളാണ്. അവർക്ക് മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ ഇഷ്ടമില്ല. സാധാരണ ജീവിതം നയിക്കാനും സമാധാനത്തോടെ ജീവിക്കാനുമാണ് അവർ കൂടുതൽ ആഗ്രഹിക്കുന്നത്. വഴക്കുകളും പ്രശ്നങ്ങളും തർക്കങ്ങളും കഴിയുന്നത്ര ഒഴിവാക്കാൻ ശ്രമിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ പലർക്കും ഇവരെ വളരെ ഇഷ്ടമായിരിക്കും. പുണർദം നക്ഷത്രക്കാരുടെ മറ്റൊരു പ്രത്യേകത അവരുടെ പോസിറ്റീവ് ചിന്തയാണ്. എത്ര മോശം സാഹചര്യമായാലും അതിൽ ഒരു നല്ല കാര്യം കണ്ടെത്താൻ അവർ ശ്രമിക്കും. മറ്റുള്ളവർ പ്രതീക്ഷ നഷ്ടപ്പെടുത്തുന്ന സമയത്ത് പോലും അവർ പ്രതീക്ഷയോടെ മുന്നോട്ടു പോകും. ഇതാണ് ജീവിതത്തിൽ പല വലിയ വിജയങ്ങളിലേക്കും ഇവരെ നയിക്കുന്നത്. ഇവർക്ക് ആളുകളുമായി വളരെ വേഗത്തിൽ സൗഹൃദം സ്ഥാപിക്കാൻ കഴിയും. കാരണം ഇവരുടെ സംസാരവും പെരുമാറ്റവും പൊതുവെ സൗമ്യമായിരിക്കും. ആളുകളെ ബഹുമാനിക്കാനും അവരുടെ വികാരങ്ങളെ മനസ്സിലാക്കാനും ഇവർക്കറിയാം. അതുകൊണ്ട് സമൂഹത്തിൽ നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാൻ ഇവർക്ക് സാധിക്കും. പുണർദം നക്ഷത്രക്കാർക്ക് മറ്റൊരു പ്രത്യേക ഗുണമുണ്ട്. അവർ ക്ഷമിക്കാൻ അറിയുന്നവരാണ്.
മറ്റുള്ളവർ ചെയ്ത തെറ്റുകൾ ജീവിതകാലം മുഴുവൻ മനസ്സിൽ സൂക്ഷിക്കുന്നവരല്ല. ഒരുപാട് വേദനിപ്പിച്ച ആളുകളെ പോലും പിന്നീട് ക്ഷമിക്കാൻ ഇവർക്ക് സാധിക്കും. ഇത് വളരെ അപൂർവമായ ഒരു ഗുണമാണ്. എന്നാൽ ചിലപ്പോൾ ഇതേ ഗുണം കാരണം വീണ്ടും വീണ്ടും വേദനിക്കാനും സാധ്യതയുണ്ട്. അതിനാൽ നല്ല മനസ്സിനൊപ്പം വിവേകവും ആവശ്യമാണ്. പുണർദം നക്ഷത്രക്കാർക്ക് ഒരു ചെറിയ ദൗർബല്യവുമുണ്ട്. അത് എല്ലാവരിലും നന്മ മാത്രം കാണുന്ന സ്വഭാവമാണ്. അവർ സ്വന്തം മനസ്സുപോലെ മറ്റുള്ളവരും നല്ലവരാണെന്ന് കരുതും. പക്ഷെ ജീവിതത്തിൽ എല്ലാവരും അങ്ങനെ ആയിരിക്കണമെന്നില്ല. അതുകൊണ്ട് ചിലപ്പോൾ വഞ്ചനകളും നിരാശകളും നേരിടേണ്ടി വരാം. എന്നാൽ ഒരു കാര്യം പ്രത്യേകം പറയണം, ഈ അനുഭവങ്ങൾ പോലും ഇവരെ കഠിനഹൃദയരാക്കില്ല. കാരണം അവരുടെ സ്വഭാവത്തിന്റെ ആഴത്തിൽ കരുണയും സ്നേഹവും നിറഞ്ഞിരിക്കുന്നു എന്നതാണ് സത്യം. പുണർദം നക്ഷത്രക്കാർക്ക് കുടുംബം വളരെ പ്രധാനപ്പെട്ടതാണ്. കുടുംബാംഗങ്ങളുടെ സന്തോഷം കാണുമ്പോൾ അവർക്ക് വലിയ സന്തോഷം ലഭിക്കും. പലപ്പോഴും സ്വന്തം ആവശ്യങ്ങൾ പോലും മാറ്റിവെച്ച് കുടുംബത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. ഇവർക്ക് കുട്ടികളോടും മുതിർന്നവരോടും പ്രത്യേക സ്നേഹമുണ്ടാകാം. കാരണം അവരുടെ മനസ്സിൽ സ്വാഭാവികമായ ഒരു കരുണയുണ്ട്. നിങ്ങൾ പുണർദം നക്ഷത്രക്കാരനാണെങ്കിൽ അല്ലെങ്കിൽ പുണർദം നക്ഷത്രക്കാരിയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി നിങ്ങളുടെ നല്ല മനസ്സാണ്. നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത് നിങ്ങളുടെ പ്രതീക്ഷയാണ്. നിങ്ങളുടെ ഏറ്റവും വലിയ അനുഗ്രഹം നിങ്ങളുടെ തിരിച്ചു വരാനുള്ള കഴിവാണ്. നിങ്ങൾ ഒരുപക്ഷെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ടാകാം. പക്ഷെ ഇന്നും നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ യഥാർത്ഥ വിജയം. കാരണം പുണർദം നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ രഹസ്യം അവർ ഒരിക്കലും പൂർണ്ണമായി തോൽക്കില്ല എന്നതാണ്. അവർ വീണ്ടും ഉയർത്തെഴുന്നേൽക്കും, വീണ്ടും തുടങ്ങും, വീണ്ടും വിജയിക്കും. അതാണ് പുണർദം നക്ഷത്രത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. ഇനി പുണർദം നക്ഷത്രക്കാരെ കുറിച്ച് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമായി കാണാൻ സാധിക്കും. ഈ നക്ഷത്രക്കാരുടെ ജീവിതം പലപ്പോഴും ഒരു ഫീനിക്സ് പക്ഷിയുടെ കഥ പോലെയാണ്. അത് ചാരത്തിൽ നിന്നും വീണ്ടും ഉയർത്തെഴുന്നേൽക്കുന്ന പക്ഷിയാണ്. അതുപോലെ തന്നെയാണ് പല പുണർദം നക്ഷത്രക്കാരുടെയും ജീവിതം. അവർക്ക് ചിലപ്പോൾ വലിയ നഷ്ടങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. ചിലപ്പോൾ എല്ലാവരും കൈവിട്ടേക്കാം. ചിലപ്പോൾ പ്രതീക്ഷിച്ച കാര്യങ്ങൾ ഒന്നും നടക്കാതിരിക്കാം. പക്ഷെ അവർ അവിടെ അവസാനിക്കുന്നില്ല. അവിടെ നിന്നാണ് അവരുടെ പുതിയ തുടക്കം ആരംഭിക്കുന്നത്. പുണർദം നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ ദൈവിക അനുഗ്രഹങ്ങളിലൊന്ന് അവരുടെ തിരിച്ചു വരാനുള്ള ശക്തിയാണ്. പലർക്കും ഒരു പരാജയം ജീവിതം മുഴുവൻ മറക്കാൻ കഴിയില്ല. പക്ഷെ പുണർദം നക്ഷത്രക്കാർ പരാജയങ്ങളിൽ നിന്ന് പാഠങ്ങൾ പഠിക്കും. അവർ വേദനകളെ ശക്തിയാക്കി മാറ്റും. അവർ കണ്ണുനീരിനെ അനുഭവമാക്കി മാറ്റും. അതാണ് അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ രഹസ്യം. പലപ്പോഴും ജീവിതം അവരെ പരീക്ഷിക്കും. പക്ഷെ ഓരോ പരീക്ഷണവും അവരെ കൂടുതൽ ശക്തരാക്കും. അതുകൊണ്ടാണ് പ്രായം കൂടുന്നതിനനുസരിച്ച് ഇവർ കൂടുതൽ പക്വതയുള്ളവരാകുന്നത്, കൂടുതൽ വിവേകമുള്ളവരാകുന്നത്, കൂടുതൽ ആത്മവിശ്വാസമുള്ളവരാകുന്നത്. പുണർദം നക്ഷത്രക്കാർക്ക് മറ്റൊരു പ്രത്യേക അനുഗ്രഹമുണ്ട്. അത് ആളുകളെ ഒന്നിപ്പിക്കാനുള്ള കഴിവാണ്. ഒരു കുടുംബത്തിൽ പ്രശ്നമുണ്ടായാൽ സമാധാനം കൊണ്ടുവരാൻ ശ്രമിക്കുന്നവരായിരിക്കും. രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ അകന്നാൽ അവരെ വീണ്ടും ഒന്നിപ്പിക്കാൻ ശ്രമിക്കും. വഴക്കുകളേക്കാൾ സമാധാനമാണ് ഇവർക്ക് പ്രിയം. അതുകൊണ്ട് പലരും ഇവരുടെ ഉപദേശം തേടാറുണ്ട്. ഇവർക്ക് മനുഷ്യരുടെ വികാരങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. ആരെങ്കിലും വിഷമത്തിലാണെങ്കിൽ അത് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും. അതുകൊണ്ട് പലർക്കും ഇവരോട് ഒരു പ്രത്യേക അടുപ്പം തോന്നും. പുണർദം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഇടപെടൽ പലപ്പോഴും അത്ഭുതകരമായ രീതിയിലായിരിക്കും. എല്ലാ വാതിലുകളും അടഞ്ഞുവെന്ന് തോന്നുന്ന സമയത്ത് ഒരു പുതിയ വഴി തുറക്കും. ഒരു ജോലി നഷ്ടപ്പെട്ട സമയത്ത് അതിലും നല്ല ഒരു അവസരം ലഭിക്കും. ഒരു ബന്ധം നഷ്ടപ്പെട്ട സമയത്ത് അതിലും നല്ല ആളുകൾ ജീവിതത്തിലേക്ക് കടന്നു വരും. ഒരു പ്രതീക്ഷ അവസാനിച്ച സമയത്ത് പുതിയൊരു പ്രതീക്ഷ ഉദിക്കും. പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ അന്നത് സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്നത്തെ അനുഗ്രഹം എനിക്ക് ലഭിക്കില്ലായിരുന്നു എന്ന് അവർ മനസ്സിലാക്കും. ഇതാണ് പുണർദം നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ ഒരു വലിയ സത്യം. ദൈവം ചിലപ്പോൾ ചില കാര്യങ്ങൾ എടുത്തു മാറ്റുന്നത് അതിലും നല്ലത് നൽകാൻ വേണ്ടിയാണ്. പുണർദം നക്ഷത്രക്കാർക്ക് ഒരു പ്രത്യേക പ്രകാശമുണ്ട്. അവർ എവിടെ എത്തിയാലും ആളുകൾക്ക് ആശ്വാസം നൽകാൻ കഴിയും. ചിലരുടെ സാന്നിധ്യം തന്നെ മറ്റുള്ളവർക്ക് സമാധാനം നൽകാറുണ്ട്. അത്തരത്തിലുള്ള ഒരു ഗുണം പല പുണർദം നക്ഷത്രക്കാരിലും കാണാം. അവർക്ക് വലിയ സമ്പത്തില്ലായിരിക്കാം, വലിയ പദവിയില്ലായിരിക്കാം. പക്ഷെ അവരുടെ നല്ല മനസ്സുകൊണ്ട് തന്നെ അവർ മറ്റുള്ളവരുടെ ഹൃദയത്തിൽ സ്ഥാനം നേടും. നിങ്ങൾ പുണർദം നക്ഷത്രക്കാരനാണെങ്കിൽ അല്ലെങ്കിൽ നക്ഷത്രക്കാരിയാണെങ്കിൽ ഒരു കാര്യം എപ്പോഴും ഓർമ്മിക്കുക. നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി നിങ്ങളുടെ തിരിച്ചു വരാനുള്ള കഴിവാണ്.
നിങ്ങളുടെ ഏറ്റവും വലിയ അനുഗ്രഹം ദൈവം നിങ്ങളെ ഒരിക്കലും പൂർണ്ണമായി കൈവിടില്ല എന്നതാണ്. നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത് നിങ്ങളുടെ നല്ല മനസ്സാണ്. ജീവിതത്തിൽ എന്ത് നഷ്ടപ്പെട്ടാലും പ്രതീക്ഷ നഷ്ടപ്പെടുത്തരുത്. കാരണം പുണർദം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പലപ്പോഴും ഏറ്റവും വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് എല്ലാം അവസാനിച്ചു എന്ന് തോന്നുന്ന സമയത്താണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് പുണർദം നക്ഷത്രക്കാരുടെ വിദ്യാഭ്യാസം, തൊഴിൽ, സാമ്പത്തിക ജീവിതം എന്നിവയെ കുറിച്ചാണ്. പുണർദം നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്ന് അവർ എവിടെ പോയാലും പുതിയ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനുള്ള കഴിവാണ്. ജീവിതത്തിൽ പല മാറ്റങ്ങൾ വന്നാലും അതിനനുസരിച്ച് മുന്നോട്ടു പോകാൻ ഇവർക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ രംഗത്തും തൊഴിൽ രംഗത്തും പല പ്രതിസന്ധികൾ വന്നാലും അവസാനം നല്ല നിലയിലെത്താൻ ഇവർക്ക് സാധിക്കാറുണ്ട്. പുണർദം നക്ഷത്രക്കാർ പഠനത്തെ വെറും മാർക്കിന് വേണ്ടി മാത്രം കാണുന്നവരല്ല. ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന അറിവാണ് ഇവർ കൂടുതൽ തേടുന്നത്. പുസ്തകങ്ങളിൽ നിന്ന് മാത്രമല്ല, ജീവിതാനുഭവങ്ങളിൽ നിന്നുമാണ് ഇവർ ഏറ്റവും കൂടുതൽ പഠിക്കുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ പഠനത്തിൽ സാധാരണ വിദ്യാർത്ഥികളായി തോന്നിയാലും പിന്നീട് ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കുന്നവരായി മാറാറുണ്ട്. പുണർദം നക്ഷത്രക്കാർക്ക് അനുയോജ്യമായ ചില മേഖലകളുണ്ട്. അധ്യാപനം, കൗൺസിലിംഗ്, മനഃശാസ്ത്രം, സാമൂഹിക സേവനം, വൈദ്യശാസ്ത്രം, ആത്മീയ മേഖലകൾ, മീഡിയ, എഴുത്ത്, മാനേജ്മെന്റ്, ജനങ്ങളുമായി ഇടപെടേണ്ട ജോലികൾ. കാരണം ഇവർക്ക് മനുഷ്യരെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും പരിഹാരങ്ങൾ കണ്ടെത്താനും ഇവർക്ക് കഴിയും. അതിനാൽ ആളുകളുമായി ബന്ധപ്പെടുന്ന മേഖലകളിൽ വലിയ വിജയം നേടാൻ സാധ്യത കൂടുതലാണ്. പുണർദം നക്ഷത്രക്കാർക്ക് ജോലി സ്ഥലത്ത് പൊതുവെ നല്ല പേരായിരിക്കും. കാരണം അവർ സത്യസന്ധരാണ്, ഉത്തരവാദിത്വമുള്ളവരാണ്, ആർക്കും ദോഷം ചെയ്യാൻ ആഗ്രഹിക്കാത്തവരാണ്. എന്നാൽ ചിലപ്പോൾ അമിത വിശ്വാസം കാരണം വഞ്ചിക്കപ്പെടാനും സാധ്യതയുണ്ട്. അതിനാൽ ജോലി സ്ഥലത്ത് എല്ലാവരെയും വിശ്വസിക്കുന്നതിന് മുൻപ് വിവേകത്തോടെ വിലയിരുത്തുന്നത് നല്ലതാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ പുണർദം നക്ഷത്രക്കാരുടെ ജീവിതം വളരെ രസകരമാണ്. പലപ്പോഴും പണം വരികയും പോവുകയും ചെയ്യുന്ന അനുഭവങ്ങൾ ഉണ്ടാകാം. ചില കാലഘട്ടങ്ങളിൽ വലിയ പുരോഗതി ഉണ്ടാകും. ചില സമയങ്ങളിൽ അപ്രതീക്ഷിത ചിലവുകളും നഷ്ടങ്ങളും ഉണ്ടാകാം. എന്നാൽ ഒരു പ്രത്യേക കാര്യമുണ്ട്. പുണർദം നക്ഷത്രക്കാർ പൂർണ്ണമായും തകർന്നു പോകുന്ന സാഹചര്യം അപൂർവമാണ്. കാരണം ജീവിതം വീണ്ടും അവർക്കൊരു അവസരം നൽകും. വീണ്ടും ഉയരാൻ ഒരു വഴി തുറന്നു കൊടുക്കും. അത് അവരുടെ നക്ഷത്രത്തിന്റെ പ്രത്യേക അനുഗ്രഹമായി പലരും കണക്കാക്കുന്നു. ഇവർക്ക് പണം സമ്പാദിക്കാനുള്ള കഴിവുണ്ട്. പക്ഷെ പണം സൂക്ഷിക്കുന്ന കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണം. കാരണം കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും വേണ്ടി ചിലപ്പോൾ ആവശ്യത്തിലധികം ചിലവഴിക്കാൻ സാധ്യതയുണ്ട്. ആളുകളെ സഹായിക്കുന്ന സ്വഭാവം നല്ലതാണ്. പക്ഷെ സ്വന്തം ഭാവിയും സുരക്ഷിതമാക്കേണ്ടതുണ്ട്. പുണർദം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സാമ്പത്തിക പുരോഗതി വരുന്നത് അവർ സ്വന്തം കഴിവുകളെ തിരിച്ചറിയുന്ന സമയത്താണ്. പലപ്പോഴും അവർക്ക് തങ്ങളിലുള്ള കഴിവുകളുടെ വില മനസ്സിലാകാറില്ല. മറ്റുള്ളവർ കാണുന്ന കഴിവുകൾ പോലും അവർ അവഗണിച്ചേക്കാം. പക്ഷെ ഒരിക്കൽ സ്വന്തം കഴിവിൽ വിശ്വാസം വന്നാൽ ജീവിതം അതിവേഗം മാറാം. ഒരു ചെറിയ അവസരം പോലും വലിയ വിജയത്തിലേക്ക് നയിച്ചേക്കാം. നിങ്ങൾ പുണർദം നക്ഷത്രക്കാരനാണെങ്കിൽ അല്ലെങ്കിൽ പുണർദം നക്ഷത്രക്കാരിയാണെങ്കിൽ ഒരു കാര്യം ഓർമ്മിക്കുക. നിങ്ങളുടെ ഏറ്റവും വലിയ തൊഴിൽ ശക്തി മനുഷ്യരുമായി ഇടപെടാനുള്ള കഴിവാണ്. നിങ്ങളുടെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി നിങ്ങളുടെ ക്ഷമയും പ്രതീക്ഷയുമാണ്. നിങ്ങളുടെ ഏറ്റവും വലിയ വിജയരഹസ്യം വീണാലും വീണ്ടും തുടങ്ങാനുള്ള മനോഭാവമാണ്. ജീവിതത്തിൽ ചില കാര്യങ്ങൾ വൈകാം, ചില സ്വപ്നങ്ങൾ പൂർത്തിയാകാൻ സമയമെടുക്കാം. പക്ഷെ പുണർദം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അവസാന നിമിഷങ്ങളിൽ സംഭവിക്കുന്ന അത്ഭുതങ്ങൾ വളരെ വലുതായിരിക്കും. അതുകൊണ്ട് പ്രതീക്ഷ കൈവിടരുത്, പ്രാർത്ഥന ഉപേക്ഷിക്കരുത്, സ്വന്തം കഴിവുകളിൽ വിശ്വാസം നഷ്ടപ്പെടുത്തരുത്. കാരണം നിങ്ങളുടെ ഏറ്റവും നല്ല കാലം ഒരുപക്ഷെ ഇപ്പോഴും മുന്നിലായിരിക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് പുണർദം നക്ഷത്രക്കാരുടെ പ്രണയം, വിവാഹം, കുടുംബജീവിതം എന്നിവയെ കുറിച്ചാണ്. പുണർദം നക്ഷത്രക്കാരുടെ ഹൃദയം വളരെ മൃദുവാണ്. അവർ സ്നേഹിക്കുമ്പോൾ ആത്മാർത്ഥമായി സ്നേഹിക്കും, വിശ്വസിക്കുമ്പോൾ പൂർണ്ണമായി വിശ്വസിക്കും. ഒരാളെ സ്വന്തം ജീവിതത്തിന്റെ ഭാഗമാക്കി സ്വീകരിച്ചാൽ ആ ബന്ധം നിലനിർത്താൻ പരമാവധി ശ്രമിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ബന്ധങ്ങൾക്ക് വലിയ വില നൽകുന്ന നക്ഷത്രക്കാരാണ് ഇവർ. പുണർദം നക്ഷത്രക്കാർക്ക് പ്രണയം വെറും ആകർഷണമല്ല, അത് വിശ്വാസമാണ്, സുരക്ഷിതത്വമാണ്, മനസ്സിലാക്കലാണ്. ഒരാളുടെ കൂടെ ജീവിതം മുഴുവൻ നടക്കാനുള്ള ഒരു വാഗ്ദാനമാണ്. അതുകൊണ്ട് തന്നെ അവർ ബന്ധങ്ങളെ വളരെ ഗൗരവത്തോടെ കാണുന്നു. ആരെയെങ്കിലും സ്നേഹിച്ചാൽ അവരുടെ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറായിരിക്കും. പലപ്പോഴും സ്വന്തം ആവശ്യങ്ങൾ പോലും മാറ്റിവെച്ച് പ്രിയപ്പെട്ടവരുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകും. അതാണ് ഇവരുടെ ഏറ്റവും വലിയ ഗുണങ്ങളിലൊന്ന്. എന്നാൽ ചിലപ്പോൾ ഇതേ ഗുണം അവരുടെ ദൗർബല്യമായി മാറാം. കാരണം എല്ലാവരും അവരുടെ ആത്മാർത്ഥതയ്ക്ക് തുല്യമായ ആത്മാർത്ഥത തിരികെ നൽകണമെന്നില്ല. അതുകൊണ്ട് ചിലപ്പോൾ നിരാശകളും ഹൃദയവേദനകളും അനുഭവിക്കേണ്ടി വരാം.
പുണർദം നക്ഷത്രക്കാർക്ക് ബന്ധങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിശ്വാസമാണ്. പണമില്ലാതെ ഇരിക്കാം, സൗകര്യങ്ങൾ കുറവായിരിക്കാം, പക്ഷെ വിശ്വാസമുണ്ടായാൽ അവർ ഏത് സാഹചര്യത്തിലും ബന്ധം നിലനിർത്താൻ ശ്രമിക്കും. എന്നാൽ ഒരിക്കൽ വിശ്വാസം തകർന്നാൽ പഴയതുപോലെ ആ ബന്ധത്തെ കാണാൻ അവർക്ക് ബുദ്ധിമുട്ടാകും. ക്ഷമിക്കുമെങ്കിലും മറക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പുണർദം നക്ഷത്രക്കാർ പൊതുവെ നല്ല പങ്കാളികളായിരിക്കും. കാരണം അവർ കുടുംബത്തിന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കുന്നവരാണ്, പങ്കാളിയുടെ സന്തോഷം ആഗ്രഹിക്കുന്നവരാണ്, വീട്ടിലെ സമാധാനത്തിന് പ്രാധാന്യം നൽകുന്നവരാണ്. അതുകൊണ്ട് വിവാഹ ജീവിതത്തിൽ പലപ്പോഴും നല്ലൊരു പിന്തുണയായി മാറും. കുടുംബം പുണർദം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥാനമാണ് വഹിക്കുന്നത്. അവർക്ക് കുടുംബ ബന്ധങ്ങൾ വെറും ബന്ധങ്ങളല്ല, അത് അവരുടെ ശക്തിയാണ്, അവരുടെ ആശ്വാസമാണ്, അവരുടെ സുരക്ഷിതത്വമാണ്. കുടുംബാംഗങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അത് സ്വന്തം പ്രശ്നമായി കാണുന്നവരാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ കുടുംബത്തിന് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ ചെയ്യേണ്ടി വരും. പക്ഷെ അവർ അതിനെ ഒരു ഭാരമായി കാണാറില്ല, സ്നേഹത്തിന്റെ ഭാഗമായി കാണും. പുണർദം നക്ഷത്രക്കാർക്ക് കുട്ടികളോടും പ്രത്യേക സ്നേഹമുണ്ടാകാം. കുട്ടികളുടെ സന്തോഷം കാണുമ്പോൾ അവർക്ക് വലിയ സന്തോഷം ലഭിക്കും. മുതിർന്നവരെ ബഹുമാനിക്കാനും പരിപാലിക്കാനും അവർ ശ്രമിക്കും. ഇത് കുടുംബത്തിൽ അവരെ പ്രിയപ്പെട്ടവരാക്കും. പുണർദം നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് സ്വന്തം വികാരങ്ങളെ അവഗണിക്കരുത് എന്നതാണ്. മറ്റുള്ളവരുടെ സന്തോഷത്തിനായി ജീവിക്കുന്നത് നല്ലതാണ്, പക്ഷെ സ്വന്തം സന്തോഷവും പ്രധാനമാണ്. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിച്ച് സ്വന്തം മനസ്സിനെ മറക്കരുത്. സ്വന്തം സ്വപ്നങ്ങൾക്കും പ്രാധാന്യം നൽകണം. സ്വന്തം ജീവിതത്തിനും സമയം കണ്ടെത്തണം. അപ്പോഴാണ് യഥാർത്ഥ സന്തോഷം ലഭിക്കുക. നിങ്ങൾ പുണർദം നക്ഷത്രത്തിൽ ജനിച്ച ഒരാളാണെങ്കിൽ ഒരു കാര്യം ഓർമ്മിക്കുക: നിങ്ങളുടെ ഏറ്റവും വലിയ പ്രണയശക്തി നിങ്ങളുടെ ആത്മാർത്ഥതയാണ്. നിങ്ങളുടെ ഏറ്റവും വലിയ കുടുംബശക്തി നിങ്ങളുടെ കരുണയാണ്. നിങ്ങളുടെ ഏറ്റവും വലിയ ബന്ധസമ്പത്ത് നിങ്ങളുടെ വിശ്വാസ്യതയാണ്. ഈ ഗുണങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് സ്നേഹവും ബഹുമാനവും നേടിക്കൊടുക്കും. സ്നേഹിക്കുന്നവരെ വിലമതിക്കുക, ബന്ധങ്ങളെ സംരക്ഷിക്കുക, എന്നാൽ സ്വയം നഷ്ടപ്പെടുത്താതെ സ്നേഹിക്കാൻ പഠിക്കുക. അപ്പോൾ കുടുംബജീവിതത്തിലും വിവാഹ ജീവിതത്തിലും വലിയ സന്തോഷവും സമാധാനവും നിങ്ങളെ തേടിയെത്തും. ഇനി അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് പുണർദം നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ ഏറ്റവും കൗതുകകരമായ ഒരു വിഷയത്തെക്കുറിച്ചാണ്. അത് അവരുടെ ഭാഗ്യം, ദൈവാനുഗ്രഹം, ജീവിതത്തിലെ വലിയ വഴിത്തിരിവുകൾ എന്നിവയാണ്. പുണർദം നക്ഷത്രക്കാരുടെ ജീവിതം ശ്രദ്ധിച്ചാൽ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും: അവർ പലപ്പോഴും അവസാന നിമിഷങ്ങളിൽ രക്ഷപ്പെടുന്നവരാണ്. മറ്റുള്ളവർ പ്രതീക്ഷ കൈവിടുന്ന സമയത്ത് അവരുടെ ജീവിതത്തിൽ ഒരു പുതിയ അവസരം പ്രത്യക്ഷപ്പെടും. അത് ഒരു ജോലി ആയിരിക്കാം, ഒരു വ്യക്തിയുടെ സഹായമായിരിക്കാം, ഒരു അപ്രതീക്ഷിത ഭാഗ്യമായിരിക്കാം. പക്ഷെ എന്തെങ്കിലും ഒരു വഴി തുറക്കപ്പെടും. അതാണ് പുണർദം നക്ഷത്രത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിലൊന്ന്. ജീവിതത്തിൽ ചില ആളുകൾക്ക് ഭാഗ്യം എളുപ്പത്തിൽ ലഭിക്കും. എന്നാൽ പുണർദം നക്ഷത്രക്കാർക്ക് പലപ്പോഴും ഭാഗ്യം ലഭിക്കുന്നതിന് മുൻപ് ചില പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും. ആ പരീക്ഷണങ്ങൾ അവരെ കൂടുതൽ ശക്തരാക്കും, കൂടുതൽ പക്വതയുള്ളവരാക്കും, കൂടുതൽ വിവേകമുള്ളവരാക്കും. അതിനുശേഷമാണ് ജീവിതം അവർക്ക് വലിയ അനുഗ്രഹങ്ങൾ നൽകുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ ജീവിതത്തിൽ വൈകുന്ന കാര്യങ്ങളെക്കുറിച്ച് വിഷമിക്കേണ്ടതില്ല. ദൈവം നിങ്ങളെ ഒരുക്കിക്കൊണ്ടിരിക്കുക. പുണർദം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പലപ്പോഴും വലിയ വഴിത്തിരിവുകൾ അപ്രതീക്ഷിതമായി സംഭവിക്കും. വർഷങ്ങളായി കാത്തിരുന്ന ഒരു കാര്യം പെട്ടെന്ന് നടക്കാം. അടഞ്ഞുകിടന്ന ഒരു വഴി തുറക്കാം. പരാജയപ്പെട്ട ഒരു വ്യക്തി വലിയ വിജയത്തിലേക്ക് എത്താം. ജീവിതം ഒരൊറ്റ രാത്രി കൊണ്ട് മാറില്ല, പക്ഷെ ഒരു അവസരം ജീവിതത്തിന്റെ ദിശ മാറ്റിയേക്കാം. അത്തരത്തിലുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പലപ്പോഴും കാണപ്പെടുന്നു. പുണർദം നക്ഷത്രക്കാരുടെ മറ്റൊരു പ്രത്യേകത അവരുടെ ദൈവവിശ്വാസമാണ്. എല്ലാ പ്രതീക്ഷകളും അവസാനിച്ചു എന്ന് തോന്നുന്ന സമയത്തും അവർ ദൈവത്തെ വിളിക്കും. അതാണ് അവരുടെ ശക്തി. കാരണം ദൈവം കൈവിടില്ല എന്ന വിശ്വാസം അവരുടെ ഉള്ളിൽ ആഴത്തിലുണ്ടാകും. പലപ്പോഴും പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ അന്ന് ഞാൻ തകർന്നില്ല, കാരണം ദൈവം എന്നോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് അവർ തിരിച്ചറിയും. ഈ അനുഭവം പല പുണർദം നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകും. അതിനാൽ പ്രാർത്ഥന ഇവരുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥാനമാണ് വഹിക്കുന്നത്. പുണർദം നക്ഷത്രക്കാർക്ക് മറ്റൊരു ഭാഗ്യ സൂചനയുമുണ്ട്. അവർ എവിടെ എത്തിയാലും നല്ല മനുഷ്യരെ ജീവിതത്തിലേക്ക് ആകർഷിക്കാറുണ്ട്. ശരിയായ സമയത്ത് ശരിയായ ആളുകളെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യം ഇവർക്കുണ്ടാകും. ഒരു ഗുരു, ഒരു സുഹൃത്ത്, ഒരു ജീവിത പങ്കാളി, ഒരു സഹായഹസ്തം, ഇവരിൽ ആരെങ്കിലും ജീവിതം തന്നെ മാറ്റിമറിച്ചേക്കാം. അതുകൊണ്ട് മനുഷ്യബന്ധങ്ങളെ ഒരിക്കലും നിസാരമായി കാണരുത്. ജീവിതത്തിലെ വലിയ അനുഗ്രഹങ്ങൾ പലപ്പോഴും മനുഷ്യരിലൂടെ തന്നെയാണ് വരുന്നത്. പുണർദം നക്ഷത്രക്കാർക്ക് ചില കാലഘട്ടങ്ങളിൽ വലിയ ഉയർച്ചകൾ അനുഭവപ്പെടും. എന്നാൽ ആ സമയത്ത് വിനയം നഷ്ടപ്പെടുത്തരുത്. കാരണം വിനയമാണ് അവരുടെ ഏറ്റവും വലിയ ആഭരണം. നല്ല മനസ്സാണ് അവരുടെ യഥാർത്ഥ സമ്പത്ത്. കരുണയാണ് അവരുടെ യഥാർത്ഥ ശക്തി. ഈ ഗുണങ്ങൾ നിലനിൽക്കുമ്പോൾ ഭാഗ്യവും അനുഗ്രഹവും കൂടുതൽ ശക്തമാകും.
നിങ്ങൾ പുണർദം നക്ഷത്രത്തിൽ ജനിച്ച ഒരാളാണെങ്കിൽ ഒരു കാര്യം എപ്പോഴും ഓർമ്മിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ താമസങ്ങൾ ഉണ്ടായേക്കാം, പ്രതിസന്ധികൾ ഉണ്ടായേക്കാം, നഷ്ടങ്ങൾ ഉണ്ടായേക്കാം. പക്ഷെ അതൊരിക്കലും അവസാനമല്ല. കാരണം പുണർദം നക്ഷത്രത്തിന്റെ യഥാർത്ഥ ശക്തി വീണ്ടും ആരംഭിക്കാനുള്ള കഴിവാണ്, വീണ്ടും സ്വപ്നം കാണാനുള്ള കഴിവാണ്, വീണ്ടും വിജയിക്കാനുള്ള കഴിവാണ്. അതിനാൽ ഒരിക്കലും പ്രതീക്ഷ കൈവിടരുത്. കാരണം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ അധ്യായം ഒരുപക്ഷെ ഇപ്പോഴും എഴുതപ്പെടാനിരിക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതുവരെ പുണർദം നക്ഷത്രക്കാരുടെ ശക്തികളെക്കുറിച്ചും അനുഗ്രഹങ്ങളെക്കുറിച്ചും ജീവിതത്തിലെ പ്രത്യേകതകളെക്കുറിച്ചും മനസ്സിലാക്കി. എന്നാൽ ഓരോ നക്ഷത്രത്തിനും ചില ദൗർബല്യങ്ങളും ചില വെല്ലുവിളികളും ഉണ്ടാകും. അവയെ തിരിച്ചറിഞ്ഞ് മുന്നോട്ടു പോകുമ്പോഴാണ് ജീവിതം കൂടുതൽ മനോഹരമാകുന്നത്. പുണർദം നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ ദൗർബല്യങ്ങളിലൊന്ന് അമിതമായ വിശ്വാസമാണ്. അവർ പൊതുവെ എല്ലാവരിലും നന്മ കാണാൻ ശ്രമിക്കും. സ്വന്തം മനസ്സുപോലെ മറ്റുള്ളവരും നല്ലവരായിരിക്കുമെന്ന് കരുതും. അതുകൊണ്ട് ചിലപ്പോൾ തെറ്റായ ആളുകളെ വിശ്വസിക്കാനും സാധ്യതയുണ്ട്. പിന്നീട് ആ വിശ്വാസം തകരുമ്പോൾ അവർക്ക് വലിയ മാനസിക വേദന അനുഭവപ്പെടാം. കാരണം പുണർദം നക്ഷത്രക്കാർക്ക് വഞ്ചന സഹിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇവരുടെ മറ്റൊരു വെല്ലുവിളി മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്ന സ്വഭാവമാണ്. എല്ലാവർക്കും നല്ലത് ചെയ്യണം, ആരെയും വിഷമിപ്പിക്കരുത്, ആരുടെയും മനസ്സ് വേദനിപ്പിക്കരുത്. ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് ചിലപ്പോൾ സ്വന്തം സന്തോഷം പോലും അവർ മറന്നുപോകും. പക്ഷെ ഒരു സത്യം മനസ്സിലാക്കണം, ലോകത്തിലെ എല്ലാവരെയും ഒരേ സമയം സന്തോഷിപ്പിക്കാൻ ആർക്കും കഴിയില്ല. അതുകൊണ്ട് ചിലപ്പോൾ ഇല്ല എന്ന് പറയാനും പഠിക്കണം. സ്വന്തം മനസ്സിനും ജീവിതത്തിനും പ്രാധാന്യം നൽകണം. പുണർദം നക്ഷത്രക്കാർക്ക് ചിലപ്പോൾ പഴയ ഓർമ്മകളിൽ ജീവിക്കുന്ന സ്വഭാവം കാണാം. ഒരിക്കൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിക്കാം. പഴയ വേദനകൾ മനസ്സിൽ സൂക്ഷിക്കാം. പഴയ പരാജയങ്ങളെ ഓർത്ത് വിഷമിക്കാം. എന്നാൽ അത് അവരുടെ മുന്നോട്ടുള്ള യാത്രയെ മന്ദഗതിയിലാക്കും. പുണർദം നക്ഷത്രത്തിന്റെ യഥാർത്ഥ ശക്തി പിന്നിലേക്ക് നോക്കുന്നതിലല്ല, മുന്നിലേക്ക് നടക്കുന്നതിലാണ്. അതിനാൽ കഴിഞ്ഞുപോയ കാര്യങ്ങളെ വിട്ടുകൊടുക്കാൻ പഠിക്കണം. പുതിയ തുടക്കങ്ങളെ സ്വാഗതം ചെയ്യണം. ഇതാണ് ജീവിതത്തിലെ വലിയ വിജയങ്ങളുടെ രഹസ്യം. പുണർദം നക്ഷത്രക്കാർക്ക് മറ്റൊരു പ്രത്യേക വെല്ലുവിളി വികാരപരമായ തീരുമാനങ്ങളാണ്. ഹൃദയം പറയുന്നതിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നവർ ആയതിനാൽ ചിലപ്പോൾ യുക്തിപരമായി ചിന്തിക്കാതെ തീരുമാനങ്ങൾ എടുക്കാം. പ്രത്യേകിച്ച് ബന്ധങ്ങളിലും സാമ്പത്തിക കാര്യങ്ങളിലും ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. സ്നേഹത്തോടൊപ്പം വിവേകവും ആവശ്യമാണ്. കരുണയോടൊപ്പം ജാഗ്രതയും ആവശ്യമാണ്. നല്ല മനസ്സിനൊപ്പം ശരിയായ തീരുമാനങ്ങളും ആവശ്യമാണ്. അപ്പോൾ ജീവിതം കൂടുതൽ സുരക്ഷിതവും സന്തോഷകരവുമാകും. ഇപ്പോൾ പുണർദം നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ വിജയരഹസ്യം എന്താണെന്ന് നോക്കാം. അത് അവരുടെ തിരിച്ചു വരാനുള്ള മനോഭാവം തന്നെയാണ്. ജീവിതം അവരെ എത്ര തവണ പരീക്ഷിച്ചാലും അവർ വീണ്ടും എഴുന്നേൽക്കും, വീണ്ടും സ്വപ്നം കാണും, വീണ്ടും പരിശ്രമിക്കും, വീണ്ടും മുന്നോട്ടു പോകും. അതാണ് അവരെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത്. പലരും പരാജയത്തിൽ അവസാനിക്കുന്നിടത്ത് പുണർദം നക്ഷത്രക്കാർ പുതിയ തുടക്കം കുറിക്കും. അതുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ അവസാന ഘട്ടങ്ങളിൽ പലപ്പോഴും വലിയ സന്തോഷവും സമാധാനവും ഇവരെ തേടിയെത്താറുണ്ട്. നിങ്ങൾ പുണർദം നക്ഷത്രക്കാരനാണെങ്കിൽ അല്ലെങ്കിൽ പുണർദം നക്ഷത്രക്കാരിയാണെങ്കിൽ ഒരു കാര്യം എപ്പോഴും ഓർമ്മിക്കുക. നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി നിങ്ങളുടെ നല്ല മനസ്സാണ്. നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത് നിങ്ങളുടെ പ്രതീക്ഷയാണ്. നിങ്ങളുടെ ഏറ്റവും വലിയ അനുഗ്രഹം ദൈവവിശ്വാസമാണ്. നിങ്ങളുടെ ഏറ്റവും വലിയ വിജയം എത്ര തവണ വീണാലും വീണ്ടും എഴുന്നേൽക്കാനുള്ള കഴിവാണ്. അതുകൊണ്ട് ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും പ്രതീക്ഷ കൈവിടരുത്. സ്വന്തം കഴിവുകളെ സംശയിക്കരുത്. ദൈവത്തെ മറക്കരുത്. കാരണം പുണർദം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പലപ്പോഴും ഏറ്റവും മനോഹരമായ അനുഗ്രഹങ്ങൾ വരുന്നത് ഏറ്റവും കഠിനമായ പരീക്ഷണങ്ങൾക്ക് ശേഷമാണ്. നിങ്ങളുടെ ജീവിതവും അതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കില്ല. പുണർദം നക്ഷത്രം വെറും ഒരു ജന്മനക്ഷത്രമല്ല. അത് പ്രതീക്ഷയുടെ പ്രതീകമാണ്. അത് തിരിച്ചുവരവിന്റെ പ്രതീകമാണ്. അത് ദൈവവിശ്വാസത്തിന്റെ പ്രതീകമാണ്. അത് ഒരിക്കലും തോൽവി സമ്മതിക്കാത്ത മനസ്സിന്റെ പ്രതീകമാണ്. നിങ്ങൾ പുണർദം നക്ഷത്രത്തിൽ ജനിച്ച ഒരാളാണെങ്കിൽ ഓം നമോ നാരായണായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എത്രമാത്രം കൃത്യമായി തോന്നുന്നുണ്ട്, നിങ്ങളുടെ ജീവിതവുമായി എത്രമാത്രം പൊരുത്തപ്പെടുന്നുണ്ട് എന്നുള്ളതും കമന്റ് ബോക്സ് വഴി അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. നന്ദി.